ഹായ് ഫ്രണ്ട്സ്, വിനായകയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അത് ഹോണ്ട ഹൈനസ് ബൈക്കിൽ മൊബൈൽ ഹോൾഡർ വയ്ക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഒരു മൊബൈൽ ഹോൾഡർ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് മൊബൈൽ ഹോൾഡർ. അതിൻ്റെ ഫിറ്റിങ്സൊക്കെ എങ്ങനെയാണ് സാധനം. ഇത് സ്കൂട്ടറിനായിട്ട് വയ്ക്കുന്നതാണ്, ഇത് ബൈക്കിന് വയ്ക്കുന്നതാണ്. ഒരു ഡബിൾ സൈഡ് ടേപ്പുണ്ട്, ഒരു അലാങ്കി വന്നിട്ടുണ്ട്. ഇത്ര സംഭവങ്ങളാണ് ഈ പാക്കറ്റിലുണ്ടായിരുന്നത്. പിന്നെ ഹൈനസിൻ്റെ ചാർജിങ് ഫ്ലോട്ടിൽ കൊടുക്കുന്നത് ടൈപ്പ് സി ആണ്. വണ്ടിയിൽ കൊടുക്കാനുള്ള ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ടൈപ്പ് സിയുടെ പിന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെ ഫോണും ടൈപ്പ് സി ആണ് ചാർജ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ടൈപ്പ് സി ഉള്ള കേബിളാണ് വേണ്ടത്. അത് മാർക്കറ്റിൽ നോക്കിയിട്ട് സാംസങ്ങിൻ്റെയാണ് കിട്ടിയത്. പിന്നെ ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് സാംസങ്ങിൻ്റെ തന്നെ വാങ്ങിച്ചു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു സാധനം. 550 രൂപയോളം റേറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് കേബിള്. അത്യാവശ്യം ലെങ്തൊക്കെ ഉണ്ട്. കേബിൾ ഇതാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഹോൾഡറിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ഇതൊക്കെയാണ്. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. നമുക്കിത് വണ്ടിയിൽ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സിമ്പിളാണ്. നമ്മൾ വാങ്ങിച്ചത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഷോപ്പിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത് അവിടെ നമ്മൾ ഈ ടേപ്പ് ആദ്യം ഒട്ടിക്കണം. ആ ഡബിൾ സൈഡ് ടേപ്പ് ആദ്യം ഒട്ടിക്കണം. അത് ഹാൻഡിൽ സ്ക്രാച്ച് വീഴാതിരിക്കാനും ഇത് ഫിക്സ് ആയിരിക്കാനും സഹായിക്കുന്ന സംഭവമാണ്. ഇതാണ് ഇതിൻ്റെ ഹോൾഡറിൻ്റെ സ്റ്റാൻഡ്. ഇതാണ് വേണത്. 2 പീസ് വരുന്നുണ്ട്, അത് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി. അത് നമ്മൾ വെച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അത് സ്ക്രൂ അലാങ്കിയാണ് വരുന്നത്. അലാങ്കി അതിൻ്റെ കൂടെ തന്നെ കിട്ടിയ അലാങ്കിയാണ്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് വെച്ച് തന്നെ ടൈറ്റ് ചെയ്യാം. നമുക്കിത് വെച്ച് തന്നെ ടൈറ്റ് ചെയ്യാം. നല്ല ഫിക്സ് ആയിരിക്കുന്നുണ്ട്. സ്റ്റാൻഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. നല്ല ഫിക്സായി തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിപ്പോൾ എടുത്ത വണ്ടിയാണ് ഹൈനസ്. നല്ല വണ്ടിയാണ്, നല്ല അഭിപ്രായമാണ്. അടിപൊളി വണ്ടിയാണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. വണ്ടി സൂപ്പറാണ്. വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മൊബൈൽ സ്റ്റാൻഡ് വെച്ചാലും വൈബ്രേഷൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇത് നമ്മുടെ ഈ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാനുള്ളതാണ്. സ്റ്റാൻഡിൽ നമ്മൾ മൊബൈൽ ഹോൾഡർ ഫിക്സ് ആയ ഒരു ബോൾ ടൈപ്പാണ്. അതിലിത് ഫിക്സ് ആയാണ് ഇരിക്കുന്നത്. അത് റൊട്ടേറ്റ് ചെയ്യുക, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ റിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ആംഗിളിലോട്ട് വേണമെങ്കിൽ ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഫിക്സ് ആയിരിക്കുന്നുണ്ട്. സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കിനി ഫോണൊന്ന് സ്റ്റാൻഡിലോട്ട് വെച്ച് നോക്കാം. ഫോൺ വെച്ച് ടൈറ്റ് ചെയ്ത് നല്ല ഫിക്സായി നല്ല അടിപൊളി സെറ്റായിരിക്കുന്നുണ്ട് ഫോൺ. കുഴപ്പമൊന്നുമില്ല. ഇഗ്നിഷൻ ഓൺ ചെയ്ത് നമ്മളിതിൽ നേരത്തെ തന്നെ ഈ ഫോൺ വണ്ടിയിൽ പെയർ ചെയ്തിട്ടുണ്ട് ബ്ലൂടൂത്ത് വഴി. അത് വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹോണ്ടയുടെ കണക്ടിവിറ്റിയിലോട്ട് കയറുന്നതാണ്. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നാവിഗേഷൻ, കോള്, മെസ്സേജ്, മ്യൂസിക്, ഓഡിയോ അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം വരും. നമുക്കിനി ചാർജിങ് കയറുന്നുണ്ടോയെന്ന് നോക്കാം. പിന്നൊന്ന് കൊടുത്തു നോക്കാം. കേബിൾ കൊടുത്തു നോക്കാം. ചാർജർ കണക്ട് ചെയ്ത് ചാർജ് കയറുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ചാർജ് കയറുന്നുണ്ട്. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അല്ല, ചാർജ് കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹോണയുടെ കണക്ടിവിറ്റി ആണ്. നാവിഗേഷൻ ഉണ്ട്. നമ്മൾ നാവിഗേഷനിൽ നേരത്തെ സ്ഥലം സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന അതായത് നമുക്ക് കിട്ടുള്ളൂ. അത് അതിനെടുത്തിട്ട് കോൾ ചെയ്യുന്നു. അതേപോലെ തന്നെ കോളിൽ ആരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിരിക്കുന്നവരെ കണക്ട് ചെയ്ത് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഫോണിൽ നമ്മൾ ഡയറക്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ ഹൈനസ് പ്രോയിൽ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബട്ടൺസ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് നാവിഗേഷൻ എടുക്കാം, കോള്, മെസ്സേജ് എല്ലാം അതിൽ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം സെറ്റ് ചെയ്തിരിക്കണം. തിരുവനന്തപുരം നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് തന്നെ ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് അതൊരു ചെറിയ വിൻഡോ ആയിട്ട് നമ്മൾ ഒരു സൈഡിലോട്ട് വന്ന് കിടക്കും.
അല്ലാതെ തന്നെ ഒരു ആരോ നമ്മളെ ഈ ഹോണ്ടയുടെ ആപ്ലിക്കേഷനിൽ ഒരു ആരോ കാണി, ആരോ നോക്കി പോയാൽ മതി. താഴെ അതിൻ്റെ ഇതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.